നമസ്കാരം. നവഭാരത് ചാനലിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ന് കേരളത്തില് നിരവധി ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിന് ഒത്തിരി ഒത്തിരി പരിഹാരങ്ങളുമായിട്ട് വാസ്തു ആചാര്യന്മാർ വന്നിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ വാസ്തുശാസ്ത്രം കൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം, എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജ്യോതിഷനെ കാണുകയോ അല്ലെങ്കിൽ വാസ്തു ആചാര്യന്മാരെയൊക്കെ കാണുകയോ ചെയ്യുമ്പോൾ അവർ ഒത്തിരി നിർദ്ദേശങ്ങൾ വയ്ക്കും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെട്ടിപ്പൊളിക്കലും കൂട്ടിച്ചേർക്കലും. മാക്സിമം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വീടിനെ വാസ്തുശാസ്ത്രപരമായ രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. നമുക്ക് ഏറ്റവും ആവശ്യം മനസമാധാനം, സന്തോഷം, സമൃദ്ധി. ഇതാണ് ഒരു കുടുംബ ജീവിതത്തിലെ ആഗ്രഹിക്കുന്നത്. ഇവ എല്ലാം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് വളരെ നിസ്സാരമായ കാര്യങ്ങളിലൂടെ പറ്റുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലെ ഒരു വാസ്തുശാസ്ത്രപരമായ ഒരു തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു കണക്ക് സംഭവിച്ചു, ഒരു ആചാര്യനെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഉടനെ ഒരു ചുറ്റ് മരണ ചുറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഇത് സ്ട്രൈക്ക് ചെയ്യും. പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരും വളരെ ദുഃഖിതരോ ക്ഷീണിതരോ ഒക്കെ ആയിട്ട് മാറും. നമുക്ക് എല്ലാ മരണച്ചുറ്റിലും ഒന്നും ദോഷങ്ങളില്ല. അതുകൊണ്ട് ഇതെല്ലാം പൊളിക്കാതെ ചെറിയ പരിഹാരത്തിലൂടെ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. എല്ലാ വീട്ടിലും പഞ്ചശിരസ് വയ്ക്കുന്നുണ്ട്. ഈ പഞ്ചശിരസും വച്ചിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? ഇല്ല. ഈ പഞ്ചശിരസും ശാസ്ത്രീയമായിട്ടല്ല അത് വയ്ക്കുന്നതും നിർമ്മിക്കുന്നതും. അതുകൊണ്ടാണ് ഈ പഞ്ചശിരസിന് നിങ്ങൾക്ക് സംശയം വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രം കൊണ്ട് ഒരു മനുഷ്യ ജീവിതത്തെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം, എങ്ങനെ നല്ല സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാം, അത് ആണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് വേണ്ടത് സമാധാനം, സന്തോഷം, സമൃദ്ധി, സർവ്വ ഐശ്വര്യങ്ങളും, സഹജീവികളോടും സഹപ്രവർത്തകരോടുള്ള ഐക്യം, ഇതെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി വീട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള പോസിറ്റീവ് എനർജി തരുന്ന ചെടികള്, വൃക്ഷങ്ങള്, ജലാശയങ്ങള്, അതുപോലെ തന്നെ എലമെന്റ്സുകള്, ഇതെല്ലാം വച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമൃദ്ധിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് രക്ഷപ്പെടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെപ്പോഴും വാസ്തു അളക്കാനും നോക്കാനും മാത്രമേ മെനക്കെടാറുള്ളൂ. വാസ്തുശാസ്ത്രത്തിൽ അളവുകളും കോലുകളും ഒക്കെ ഉണ്ട്, മാനങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഇതിലെല്ലാത്തിലും 5 എലമെന്റ്സ് മുന്നിട്ട് നിൽക്കുന്നു. ഈ 5 എലമെന്റ്സിൽ ഏതെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടോ, ഇംബാലൻസിങ് ആണോ, അത് ബാലൻസ് ചെയ്യാതെ വന്നിട്ടുണ്ടോ, ആ വീട്ടിലെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. ഈ വാസ്തുശാസ്ത്രത്തിലെ മാറ്റങ്ങളിലൂടെ ആ വീട്ടിലേക്ക് എങ്ങനെ സമൃദ്ധിയെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാം. സമൃദ്ധിയിലേക്കുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അഥർവവേദത്തിലെ ഒരു പ്രത്യേകതരം വിഭാഗമാണ് ഈ വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സമൃദ്ധിയെ ആകർഷിക്കാം, അല്ലെങ്കിൽ സമൃദ്ധിയെ കൊണ്ടുവരാം. നമുക്ക് എല്ലാവർക്കും താമസിക്കുവാനും ചുറ്റുപാടുകളും ഉള്ള ആൾക്കാരുമായിട്ട് അടുത്തിടപഴകി പെരുമാറുവാനും അതിന്റെ ആവാസ വ്യവസ്ഥിതി സന്തുലനം ചെയ്ത് കാറ്റും വെളിച്ചവും മറ്റ് ഊർജങ്ങളും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് വാസ്തുശാസ്ത്രം, ആ സയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് ഇത് വീടുകൾ പഴയ കാലങ്ങളിലെ വലിയ കോമ്പൗണ്ടിലുള്ള വീടുകളിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് എല്ലാ വീടുകളിലേക്കും നോക്കുന്നുണ്ട്. നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് ദിക്കുകളും വിദിക്കുകളും മറ്റ് യോനികളും
അതിനോടനുബന്ധിച്ച് ജലാശയങ്ങളും കക്കൂസ്, കുളിമുറി, സെപ്റ്റിക് ടാങ്ക് എന്ന ആധുനിക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ കറക്റ്റ് ചെയ്തു പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തരാം. നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.